നഴ്സിംഗ് ഡയറക്ടറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ബാംഗ്ലൂർ നിരവധി കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വേണ്ടത്ര അക്കോമഡേഷൻ ഫെസിലിറ്റി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഉയർന്ന ചാർജാണ് പലയിടത്തും ഈടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ മജസ്റ്റിക്കിൽ തന്നെ, അതായത് ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഥവാ KSR റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡോർമെറ്ററി സർവീസ് അല്ലെങ്കിൽ ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ KSR റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റീസ് ഉണ്ട്, ഡീലക്സ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസും ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേറെ ഒരിടത്തും നിങ്ങൾക്ക് ലോഡ്ജിംഗ് ഫെസിലിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വരുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചെറിയ ഫീസിൽ തന്നെ ചെറിയ ചാർജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ബാംഗ്ലൂർ മജസ്റ്റിക്കൽ അതായത് KSR റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഈ പറയുന്ന ഡോർമെറ്ററി ഫെസിലിറ്റി അല്ലെങ്കിൽ ലോഡ്ജിങ് ഫെസിലിറ്റീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കയറുക. ഇപ്പോൾ അങ്ങോട്ടേക്ക് കാണുന്ന എല്ലാം തന്നെ ഏകദേശം ലോഡ്ജിങ് ഫെസിലിറ്റീസ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡീലക്സ് റൂംസ്, AC ഡീലക്സ് റൂംസ് എല്ലാം വരുന്നതാണ്. ഇവിടെയാണ് ഡോർമെറ്ററി സെറ്റപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡോർമെറ്ററി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു കൗണ്ടർ കാണുന്നതാണ്. അപ്പോൾ ആ കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂം ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും കാണാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം റിഫ്രഷ്മെൻറ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഡോർമെറ്ററി സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 8 ക്യൂബിക്കിൾസ് അടങ്ങിയ റൂമുകളാണ് മിക്കവാറും ഉണ്ടാവുക. ഇങ്ങനെ ക്യൂബിക്കിൾസ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ബെഡും അതനുസരിച്ചുള്ള ബാക്കിയുള്ള അനുബന്ധ സാധനങ്ങളും, ഒരു കബോർഡും, ഒരു ചാർജിങ് ഫെസിലിറ്റീസും, പ്ലഗ് പോയിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കർട്ടൻസ് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു പാർട്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജസും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു റൂമൊക്കെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും 1000 രൂപ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും 24 മണിക്കൂറിലേക്ക് ഏകദേശം 364 രൂപയാണ് വരുന്നത്. അപ്പോൾ 8 മണി മുതൽ 8 മണി വരെ എന്നുള്ളൊരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്പോൾ 24 അവേഴ്സ് എടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ രാവിലെ 8 മണി മുതൽ പിറ്റേ ദിവസം 8 മണി വരെയാണ് അതിൻ്റെ സമയം ഉണ്ടാവുക. 12 അവേഴ്സ് ഷിഫ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ആയിരിക്കും അതിൻ്റെ സമയം ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ എടുത്താൽ മതി. അങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചെറിയൊരു ഫീസിൽ തന്നെ നമുക്ക് ഈ ഫെസിലിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രൈവസിയുടെ കാര്യമുണ്ട്, തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡോർമെറ്ററി സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്ത് കിട്ടാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ, കാരണം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈവനിങ് ഒക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.